നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രാജ്യത്തെ ഭാരതം എന്ന് തന്നെ വിളിക്കണമെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. വിദ്യാഭ്യാസത്തിൽ ഭാരതീയത അനിവാര്യമെന്ന് ഡോക്ടർ മോഹൻ ഭാഗവത്. വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം ലക്ഷ്യമാക്കി കൊച്ചിയിൽ ജ്ഞാനസഭ. സഭയ്ക്കെത്തിയ ഡോക്ടർ മോഹൻ ഭാഗവതിന് ഊഷ്മള സ്വീകരണം. ചോള സാമ്രാജ്യത്തിന്റെ പെരുമയിലേക്ക് ലോകശ്രദ്ധ ആകർഷിച്ച് പ്രധാനമന്ത്രി. ചോള രാജവംശത്തിന്റെ ഭരണകാലം ആധുനിക ഭാരതത്തിന്റെ റോഡ് മാപ്പ്. രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും പ്രതിമ നിർമ്മിക്കും. രാജേന്ദ്ര ചോളൻ ഒന്നാമനോടുള്ള ആദരക സൂചകമായി നാണയം പുറത്തിറക്കി നരേന്ദ്രമോദി. തമിഴകം കീഴടക്കി പ്രധാനമന്ത്രി. ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ദർശനം. ആടിത്തിരുവാതിര ചടങ്ങിലും പങ്കെടുത്ത മോദി. ഇളയരാജയുടെ ശിവസ്തുതിയിൽ അലിഞ്ഞ സംഗീതാർച്ചന. ഭാരതത്തിന്റെ ശൈവ പരമ്പരയ്ക്ക് ചോള സാമ്രാജ്യം നൽകിയ സംഭാവനകൾ അമൂല്യമെന്ന് മോദി. Eyes and closes its mind, closes its ears, and they refuse to come and see all this. சனாதன தர்மா ஒழிக்கணும் டிஎம்கே நினைச்சா எப்படி தமிழ்நாட்டில் ஒழிக்க முடியுங்க? பேசலாம். சனாதன தர்மா will never determine DMK's election fate. We have to understand. அவங்க ஒரு மாதிரி ஓட்டுக்கு பணம் கொடுத்து வேற மாதிரி அதை கொண்டு போறாங்க. ஆனால் எலெக்ஷனில் சனாதன தர்மத்தை வச்சு எலெக்ஷன் நடத்தினா டிஎம்கே தோற்றுருவாங்க. ஸோ டிஎம்கே will never. DMK സർക്കാരിനെ കടന്നാക്രമിച്ച് കെ അണ്ണാമലൈ. മഹാക്ഷേത്രങ്ങളെയും ചോള സംസ്കാരത്തെയും അവഗണിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഗംഗൈകൊണ്ട ചോളപുരം ലോക ശ്രദ്ധയിലേക്കെന്നും അണ്ണാമലൈ ജനം ടിവിയോട്. യുപിയിൽ ആഗ്ര പോലീസ് അറസ്റ്റ് ചെയ്ത മതപരിവർത്തന റാക്കറ്റിന് അന്താരാഷ്ട്ര ഭീകരബന്ധം. പാകിസ്ഥാനിലുള്ളവരുമായി ആശയവിനിമയം നടത്തിയതിനും വിദേശ പണം സ്വീകരിച്ചതിനും തെളിവ്. പെൺകുട്ടികളടക്കം നിരവധി പേരെ ഇസ്ലാമിലേക്ക് മതം മാറ്റി. ഭാരതത്തിന്റെ പുരോഗതിയും പൈതൃകവും സംരക്ഷിക്കപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ രംഗത്തും വ്യവസായ രംഗത്തും ഭാരതം മുന്നേറുകയാണെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി. വിശദമായ വാർത്തകളിലേക്ക്. ഭാരതത്തെ ഭാരതം എന്ന് തന്നെ വിളിക്കണമെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഒരു പേരിൽ അതിൻ്റെ സത്വവും അടങ്ങിയിട്ടുണ്ട്. ആ പേര് മാറുമ്പോൾ ആ സത്വവും കൈവിട്ടു പോകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം ലക്ഷ്യമാക്കി കൊച്ചിയിൽ സംഘടിപ്പിച്ച ജ്ഞാനസഭയുടെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. भारत एक प्रॉपर नाउन है, उसका ट्रांसलेशन नहीं करना चाहिए. यद्यपि इंडिया दैट इज भारत है, लेकिन भारत भारत है. और इसलिए हमारी बातचीत में, लिखने में, बोलने में, व्यक्तिगत हो या सार्वजनिक, हमको भारत ही कहना चाहिए. किसी का नाम गोपाल है तो अंग्रेजी में हम उनको इंट्रोड्यूस करते समय ही इज मिस्टर काउहर्ट ऐसा नहीं कहते. गोपाल रिमेन्स गोपाल. से भारत मस्ट रिमेन भारत, क्योंकि भारत भारत है तो भारत के आइडेंटिटी का सम्मान है. यू लूज योर आइडेंटिटी, whatever other meritorious quality you may have, you will never be respected, you will never be secure in this world. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ തുടങ്ങിയവർ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശൈവ തത്വങ്ങൾക്ക് ആകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്നേഹമാണ് ദൈവം. ഈ ആശയത്തെ ഉൾക്കൊണ്ട് ഒരു ലോകം, ഒരു കുടുംബം, ഒരു ഭാവി എന്ന തത്വത്തിലാണ് ഇന്ന് ഭാരതം മുന്നോട്ട് പോകുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. आज दुनिया
जब इंस्टेबिलिटी, वायलेंस और एनवायरमेंट जैसी समस्याओं से जूझ रही है, ऐसे में शैव सिद्धांत हमें सॉल्यूशंस का रास्ता दिखाते हैं. ശൈവ സിദ്ധാന്തത്തിലെ മനോഹരമായ ആശയത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശൈവ തത്വങ്ങൾക്കാകുമെന്ന് മോദി പറഞ്ഞു. आप देखिए, तिरुमूलर ने लिखा था, अनबे शिवम, अर्थात प्रेम ही शिव है, लव इज शिवा. आज अगर विश्व इस विचार को एडॉप्ट करे तो ज्यादातर क्राइसिस अपने आप सॉल्व हो सकती है. इसी विचार को भारत आज वन वर्ल्ड, वन फैमिली, वन फ्यूचर के रूप में आगे बढ़ा रहा है. ന്യൂസ് ഡെസ്ക് ജനം. ബ്രിട്ടീഷ് മുഗൾ ആക്രമണത്തെ ചെറുത്ത് തോൽപ്പിച്ചാണ് ഗംഗൈകൊണ്ട ചോളേശ്വരം ഇന്നും ലോകാത്ഭുതമായി സ്ഥിതി ചെയ്യുന്നത്. DMK പരമാവധി ക്ഷേത്രത്തെയും ചോള സംസ്കാരത്തെയും അവഗണിച്ചെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ ഗംഗൈകൊണ്ട ചോളേശ്വരം ലോക ശ്രദ്ധയിലേക്ക് എത്തുമെന്ന് തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ജനം TVയോട് പറഞ്ഞു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അതിന്റെ ക്രമീകരണങ്ങളും മറ്റുമൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലൈ അദ്ദേഹം ഇവിടെയുണ്ട്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് Namaskaram to Janam TV friends in Kerala. So today is a great day. The Honorable PM is coming to Ariyalur, the heart of Chola Empire. The temple that you see here, Gangaikonda Cholapuram, was built 1000 years before. Started in 1012, 1025 it got completed. So PM is commemorating that. The great Rajendra Chola, who ruled from here and his dynasties for 250 years, he ventured to Kadaram, the present day Myanmar, present day Thailand, present day Cambodia. So he conquered the Kadaram area. So that is also 1000 years before. So PM is celebrating both. And Rajendra Chola's birth date fell on 23rd July, Tamil month of Adi Thiruvadirai. So PM is also commemorating that by releasing a coin. We are extremely delighted and happy that the Honorable PM is coming here celebrating Chola's culture, legacy, culture of Bharat. That is a special thing about this. இந்த டெம்பிள் வந்து நிறைய அட்டாக் எல்லாம் தாண்டி இங்க நிக்குதுல. பாருங்க sir, I want your camera friend to just show the temple when I am talking. I want you to just show the temple. The temple that we are here, the outer wall that you see was destroyed by the East India Company. The Britishers about 150 years back, they took that stone to repair the Kallanai Dam. And when Mr. Malik Kafur, when Malik Kafur, the conqueror, tried to take over the temple, which is 100 years later after the temple was built, he also did a lot of substantial damage to the temple. But the present Shiva Lingam inside is 3.3 meters tall, probably the tallest lingam in the world. And the great Bragadishwara temple in Tanjavur, that lingam is 3 meters tall. So it's a great temple, it's a UNESCO World Heritage Site. Even Malik Kafur, the invaders couldn't do anything to the temple. Only the outer wall is raised by the Britishers. So this temple stands in its full glory. There is also Durga Devi inside, which is a very powerful Durga Devi and the personal god of Rajendra Chola. He used to worship the Durga Devi before he ventures to war and after coming back. So the temple is in its full glory. Probably this is one of the rarest temples in the whole country. തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരത്ത് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വമ്പൻ റോഡ് ഷോ. 10,000-കണക്കിന് ജനങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാന സേവകനെ കാണാൻ കത്തുന്ന വെയിലിലും കാത്തുനിന്നത്. ആടി തിരുവാതിര ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇസൈജ്ഞാനി ഇളയരാജ സംഗീതാർച്ചനയും നടത്തി. रुद्राय कल्पांत रुद्राय वीर रुद्राय रुद्र रुद्राय घोर रुद्राय अघोर रुद्राय मार्तांड रुद्राय अंड रुद्राय ब्रह्मांड रुद्राय चंड रुद्राय प्रचंड रुद्राय दंड रुद्राय सूर रुद्राय वीर रुद्राय भव रुद्राय भीम रुद्राय अदल रुद्राय विदल रुद्राय सुदल रुद्राय महादल रुद्राय धड़ादल. രാജരാജ ചോളനും രാജേതര ചോളനും രാജ്യത്തിന്റെ അടയാളവും അഭിമാനവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോള രാജാക്കന്മാർ ഭാരതത്തിൽ സാംസ്കാരിക ഐക്യം കൊണ്ടുവന്നു. ചോള രാജവംശത്തിന്റെ പ്രവർത്തികൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ലക്ഷ്യത്തിന് ഊർജം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ ചോള രാജാക്കന്മാരുടെ പ്രതിമ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
തമിഴ്നാട് ഗംഗൈകൊണ്ട ചോളപുരത്ത് ആടി തിരുവാതിര ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. തമിഴകത്ത് ദേശീയതയുടെ ശങ്കൊലി മുഴക്കിക്കൊണ്ടാണ് ചോളരാജാവ് രാജേന്ദ്ര ചോളന്റെ 1000ാമത് ജന്മദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗൈകൊണ്ട ചോളപുരത്ത് എത്തിയത്. ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രത്തിന് സമീപം ഹെലികോപ്റ്റർ ഇറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗം ജനങ്ങളെ അഭിസംബോധന ചെയ്താണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ക്ഷേത്രത്തിൽ ശാന്തികൾ പൂർണ്ണ കുംഭം നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം ഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന ജലം കൊണ്ട് ശിവപ്രതിഷ്ഠയിൽ അഭിഷേകം നടത്തുകയും വിവിധ വഴിപാടുകൾ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ക്ഷേത്രത്തിന് പുറത്ത് ചോള രാജാക്കന്മാരുടെ ചരിത്രം വിളിച്ചോതുന്ന എക്സിബിഷൻ ഹാളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തി. ശേഷം രാജേന്ദ്ര ചോളന്റെ 1000ാമത് ജന്മവാർഷിക പരിപാടിയായ ആടിത്തിരുവാതിരയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും രാജ്യത്തിൻ്റെ അടയാളവും അഭിമാനവുമാണെന്നും ചോള രാജാക്കന്മാർ ഭാരതത്തിൽ സാംസ്കാരിക ഐക്യം കൊണ്ടുവന്നതായും ചോള രാജവംശത്തിൻ്റെ പ്രവർത്തികൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ലക്ഷ്യത്തിന് ഊർജം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. उनके दौर में कई प्रशासनिक सुधार भी किए गए. उन्होंने लोकल एडमिनिस्ट्रेटिव सिस्टम को सशक्त बनाया. एक मजबूत राजस्व प्रणाली लागू की गई. व्यापारिक उन्नति, समुद्री मार्गों का इस्तेमाल, कला और संस्कृति का प्रचार प्रसार. भारत हर दिशा में तेजी से आगे बढ़ रहा था. चोला साम्राज्य के नए भारत के निर्माण के लिए एक प्राचीन रोड मैप की तरह है. തമിഴ്നാട്ടിൽ രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും പ്രതിമകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ചോള രാജാക്കന്മാരോടുള്ള ആദരസൂചകമായി നാണയങ്ങളും പുറത്തിറക്കി. ഇസൈജ്ഞാനി ഇളയരാജയുടെ പാട്ടുകളും ചടങ്ങിന് മാറ്റുകൂട്ടുന്നതായി. ओम शिवोहम ओम शिवोहम रुद्रनामं भजेहम भजेहम वीरभद्राय अग्निनेत्राय घोर. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തമിഴ്നാട്. ഭാരതത്തിന്റെ പുരോഗതിയും പൈതൃകവും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ രംഗത്തും വ്യാവസായിക രംഗത്തും ഭാരതം മുന്നേറുകയാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യത്തിന്റെ പാരിസ്ഥിതികവും പുരോഗമനവുമായ വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്. ബഹിരാകാശ രംഗം ഇന്ന് ഭാരതത്തിൽ വൻ പുരോഗതി പ്രാപിക്കുകയാണ്. 200-ലേറെ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് ഭാരതത്തിലുണ്ട്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നതിനുള്ള ആശയങ്ങൾ പ്രധാനമന്ത്രി ഭാരതീയരോട് ആവശ്യപ്പെട്ടു. യുനെസ്കോ 12 മറാത്ത കോട്ടകളെ ലോക പൈതൃക പദവിയിൽ ഉൾപ്പെടുത്തിയതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഓർമ്മിപ്പിച്ചു. ദേശത്തിനു വേണ്ടി മരണം വരിക്കുന്നവർക്ക് ഭയമുണ്ടാകില്ലെന്നും പ്രധാനമന്ത്രി ഖുദിറാം ബോസിന്റെ ജീവത്യാഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വിഭജന ദിനം ആയിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ തലേദിവസം. 1905 രാജ്യത്ത് ആരംഭിച്ച വിപ്ലവ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു.
സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ടെക്സ്റ്റൈൽ വസ്ത്രവിപണി ഭാരതത്തിൽ വൻതോതിൽ വളരുന്നു. രാജ്യത്ത് 3000-ലേറെ ടെക്സ്റ്റൈൽ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഭാരതത്തിന്റെ വിയർപ്പിൽ സൃഷ്ടിക്കപ്പെടുന്നവയും വാങ്ങുകയും വിപണനം ചെയ്യുകയും വേണമെന്നും അദ്ദേഹം മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഒഡീഷയിലെ രാധാകൃഷ്ണ മണ്ഡലി എന്ന നാടോടി ഗാനശാഖ സംരക്ഷിക്കാൻ ജീവിതം മാറ്റിവെച്ച പ്രമീള പ്രധാൻ മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ടു. തമിഴ് സുവാഡിയിയാൽ എന്ന പുരാണ ഗ്രന്ഥയോല സംരക്ഷണ പദ്ധതിയെ പ്രധാനമന്ത്രി വിശദീകരിച്ചു. പൗരാണികത സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് ഉറപ്പാക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ആസാമിലെ ഖാസിരംഗ നാഷണൽ പാർക്കിൽ ശബ്ദം റെക്കോർഡ് ചെയ്ത് പക്ഷി സെൻസസ് നടത്തിയതും അദ്ദേഹം പരാമർശിച്ചു. ജാർഖണ്ഡിലെ ഗുംല ജില്ലയിൽ മാവോവാദം അവസാനിപ്പിച്ച് മത്സ്യകൃഷി ആരംഭിച്ച ഓംപ്രകാശ് സാഹുവിനെ പരിചയപ്പെടുത്തിയതിനോടൊപ്പം സ്വച്ഛ് ഭാരത് മിഷൻ ചരിത്ര വിജയമായ അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് ജനം. ഉത്തർപ്രദേശിൽ ആഗ്ര പോലീസ് അറസ്റ്റ് ചെയ്ത മതപരിവർത്തന റാക്കറ്റിന് അന്താരാഷ്ട്ര ഭീകരബന്ധം. പാകിസ്ഥാനിലുള്ളവരുമായി ആശയവിനിമയം നടത്തിയതിനും വിദേശ പണം സ്വീകരിച്ചതിനും തെളിവുകൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. പ്രധാന പ്രതി അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ നിരവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റിയെന്നും കണ്ടെത്തൽ. ആഗ്രയിൽ പിടിയിലായ മതപരിവർത്തന റാക്കറ്റിലെ പ്രധാനി അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെ 14 പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഗെയിമുകൾ വഴി പാകിസ്ഥാനിലുള്ളവരുമായി ആശയവിനിമയം നടത്തി. ഡെഹ്റാഡൂൺ, ഉത്തർപ്രദേശിലെ ബറേലി, അലിഗഡ്, റായ്ബറേലി, ഹരിയാനയിലെ ഝജ്ജാർ, റോഹ്തക്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റി. പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിനായി പാകിസ്ഥാനിലുള്ളവർക്ക് പരിചയപ്പെടുത്തി. മതപരിവർത്തന റാക്കറ്റിന് വിദേശ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. जो जितने भी हमारी विक्टिम थी उन लोगों को जो प्रीच देने वाले लोग थे वो सब पाकिस्तान के जो इन्फ्लुएंसर थे और वहां से जो डिफरेंट जो माइक्रो ब्लॉगिंग साइट्स पर और मीडिया जो डिफरेंट और मीडिया के साधन है उसके द्वारा इन लोगों को प्रीच करते थे, इन लोगों को इस्लामिक शिक्षा देते थे और इन लोगों को धर्म परिवर्तन के लिए प्रेरित करते. ഡൽഹി സ്വദേശിയായ അബ്ദുൾ റഹ്മാന്റെയും ഇസ്ലാമിലേക്ക് മതം മാറിയ ഗോവ സ്വദേശി ആയിഷയുടെയും നേതൃത്വത്തിലാണ് മതപരിവർത്തന റാക്കറ്റ് പ്രവർത്തിച്ചത്. മതം മാറാൻ സാധ്യതയുള്ള പെൺകുട്ടികളെ ഗ്രൂപ്പിലെ മുസ്ലിം ആൺകുട്ടികൾക്ക് പരിചയപ്പെടുത്തുമെന്നും ആൺകുട്ടികളെ മതം മാറ്റാൻ തീവ്ര മതപ്രസംഗങ്ങളും പുസ്തകങ്ങളും ഉപയോഗിക്കുമെന്നും അബ്ദുൾ റഹ്മാൻ മൊഴി നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഉമ്മത്ത് എന്ന് പേര് നൽകിയ മതപരിവർത്തന റാക്കറ്റിന്റെ ഭാഗമായി നിരവധി വ്യക്തികൾ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇയാൾ പോലീസിനോട് വ്യക്തമാക്കി. 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള അബ്ദുൾ റഹ്മാനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ജനം, ഡൽഹി. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ സമനിലയ്ക്കായി ഇന്ത്യ പൊരുതുന്നു. സെഞ്ചുറി നേടിയ നായകൻ ശുഭ്മാൻ ഗിൽ ജോഫ്ര ആർച്ചറുടെ പന്തിൽ പുറത്തായി. ഇന്നത്തെ സെഞ്ചുറിയോടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാനായി ഗിൽ മാറി. ഗില്ലും കെ എൽ രാഹുലുമാണ് ഇന്നിംഗ്സ് തോൽവിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത്. 230 പന്തിൽ 90 റൺസെടുത്ത രാഹുലിനെ ബെൻ സ്റ്റോക്സ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി. ആദ്യ ഓവറിൽ തന്നെ റണ്ണെടുക്ക് മുൻപ് 2 വിക്കറ്റുകൾ നഷ്ടമായ ഇന്ത്യയെ തുണച്ചത് ഗിൽ രാഹുൽ കൂട്ടുകെട്ടാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 358 റൺസും ഇംഗ്ലണ്ട് 669 റൺസും നേടിയിരുന്നു. 311 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡാണ് ഇംഗ്ലണ്ടിന് ഉള്ളത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.